എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രഭോ വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. അങ്ങനെ ആകെപ്പാടെ വിഷമത്തിലിരിക്കുന്ന പല്ലവിയുടെ അടുത്തേക്ക് സേതു ചെല്ലുന്നുണ്ട്. പിന്നീട് പല്ലവിക്ക് ഫുഡ് വാരി കൊടുക്കുന്നുണ്ട്. ഒരു നിമിഷം പല്ലവിയുടെ കണ്ണറിയാൻ നിറഞ്ഞുപോയി. താൻ വീട്ടിലായിരുന്നെങ്കിൽ തന്റെ അമ്മ തനിക്ക് ഇങ്ങനെ വാരി തന്നേനും. ഇപ്പൊ ഇവിടെ സേതുവേട്ടൻ തന്നെ മനസ്സിലാക്കിയിട്ട് തന്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തനിക്ക് വാരി തരുവാണ് എന്നൊരു ചിന്തയൊക്കെ പല്ലവിയുടെ മനസ്സിനെ അലട്ടുന്നുണ്ട്. പല്ലവി ഇങ്ങനെ അത് വായിലേക്ക് മേടിച്ചിട്ട് ഇങ്ങനെ കണ്ണു നിറഞ്ഞു വന്ന് കണ്ടപ്പം സേതു ചോദിച്ചു, എന്താ പല്ലവി, എന്താന്ന് ചോദിക്കേ? ഒന്നുമില്ലാന്ന് പറയാ. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാം പല്ലവിനെ കുറിച്ച്. അതുകൊണ്ട് പല്ലവി വിഷമിക്കണ്ട. പല്ലവി ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാലോ എന്ന് പറയാം. ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, ഒരാളെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് പറയാം. അത് പിന്നെ എനിക്ക് പല്ലവിനെ അറിയാൻ പാടില്ലേ, ഒന്നും അല്ലെങ്കിൽ കുറെ കാലമായില്ലേ നമ്മൾ കാണാനായിട്ട് തുടങ്ങിയിട്ടെന്ന് പറയാണ്. പിന്നീട് ചോദിച്ചു, സേതുവേട്ടൻ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിക്കാ പല്ലവി. ഇല്ല, ഞാൻ പിന്നീട് കഴിച്ചോളാന്ന് പറയാ. അത് വേണ്ട, ഞാൻ വാരിത്തരാന്ന് പറയാണ്. അത് ശരിയാകത്തില്ല എന്ന് പറയാം. വേണ്ട സേതുവേട്ടാ, ഞാൻ വാരിത്തരാം, എനിക്ക് വാരിത്തന്നല്ലേ, പിന്നെ സേതുവേട്ടന് ഞാൻ വാരിത്തന്ന എന്താ കുഴപ്പം എന്നും പറഞ്ഞിട്ട് പല്ലവി എന്ത് ചെയ്യാണ്, പല്ലവി സേതുവിന് വാരി കൊടുക്കുക. അങ്ങനെ പരസ്പരം അവരെ വാരി കൊടുക്കുകയാണ്. ഈ സമയത്തൊക്കെ സേതു പല്ലവിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇതുവരെ ഇല്ലാത്ത എന്തോ ഒന്ന് പല്ലവിയുടെ കണ്ണുകളിൽ കാണാനായിട്ട് സേതുവിന് കഴിഞ്ഞു. ഒരു പക്ഷെ ഇവൾക്ക് തന്നോട് സ്നേഹം ഉണ്ടായിരിക്കും, അതാണോ? സ്വാഭാവികമായിട്ട് അങ്ങനെ വരണ്ടതാ. കാരണം ഇത്രയും കാലം താൻ കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരണ. പക്ഷെ ഇവളുടെ മനസ്സാകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം കാണുമായിരിക്കും. അങ്ങനെ ഒരു ചിന്തയൊക്കെ സേതുവിന്റെ മനസ്സിലുണ്ട്. ഒന്ന് ചോദിച്ചു നോക്കിയാലോ? പക്ഷെ വേണ്ട, ഇനിയിപ്പൊ ചോദിച്ച് വെറുതെ എന്തിനാ നാണം കിടുന്നേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഇനിയിപ്പൊ നാണം കിട്ടിട്ടുണ്ടെങ്കിൽ പല്ലവി എന്ത് വിചാരിക്കും? ഇപ്പൊ താൻ എത്ര ചീപ്പാന്ന് വിചാരിക്കുമല്ലേ? ഇഷ്ടമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് സേതു ഒന്നും മിണ്ടിയില്ല. പിന്നീട് പല്ലവി ചോദിച്ചു, അല്ല സേതുവേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കാം. എന്താ ചോദിച്ചോ? അല്ല സേതുവേട്ടൻ എന്തിനാ എന്നെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാന് സത്യം പറ സേതുവേട്ടാ, അതെ ഇതിനു മുമ്പ് ഞാന് ഇങ്ങനെ ഒരു പെൺകുട്ടികളോടും എനിക്ക് അത്ര അടുപ്പമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇത്ര അടുത്ത് ഇടപഴകുന്നതെന്ന് പറയാം. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല. അത് പല്ലവിയോടുമുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. എന്ത്? ഒന്നുമില്ല. അതിന്റെ പല്ലവി അങ്ങനെ ചോദിച്ചേ? ഞാൻ വെറുതെ ചോദിച്ചാന്ന് പറയണം. സേതുവിന് എന്തോ തോന്നി. ഇനിയിപ്പൊ പല്ലവി മനസ്സിൽ എന്തെങ്കിലും വെച്ചിട്ടാണോ? പെട്ടെന്ന് സേതു ചോദിച്ചു, സത്യം പറ, പല്ലവിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, ഇഷ്ടമാണോ എന്ന് ചോദിച്ചാ ഇഷ്ടമാന്ന് പറയണ. എങ്ങനത്തെ ഇഷ്ടം? ഇത് കേട്ടതും പല്ലവി ഒന്നും മിണ്ടിയില്ല. ഇപ്പൊ ഞാൻ എങ്ങനെയാ പറയണേ? പിന്നോട് എനിക്ക് പറയാന്ന് പറയാ. ഇത് കേട്ട സേതു പറഞ്ഞു, സത്യം പറ പല്ലവി. ഇല്ല, ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയത്ത് ഇന്ദ്രൻ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. എങ്ങനെയെങ്കിലും അതെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലണം, അമ്മേനെ ഒന്ന് കാണണം. അമ്മേനെ കാണാതിരിക്കാൻ പറ്റില്ല. പാവം തന്നെ കാണാതെ ഉള്ള വിഷമത്തിലായിരിക്കും. ഫോൺ വിളിക്കാൻ പറ്റില്ല. ഫോൺ വിളിച്ചിട്ടുണ്ട് ചിലപ്പം അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ച് ട്രേസ് ചെയ്താൽ അത് വേണ്ട, തൽക്കാലത്തേക്ക് ഇപ്പൊ വിളിക്കണ്ട. പക്ഷെ അമ്മനെ കാണാതിരിക്കാൻ പറ്റില്ല, എങ്ങനെയാലും കാണണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് ഇന്ദ്രൻ നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുക. അപ്പൊ നിഖില് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവത്തെ ഓർത്ത് ഒരു പ്രശ്നത്തിലും ചെന്ന് ചാടല്. ചാടിയിട്ടുണ്ടെങ്കിൽ അവസാനം ഹെൽപ്പ് ചെയ്ത ഞാനന്ന് വരും. അങ്ങനെ വന്ന എന്റെ വിവാഹം വരെ മുടങ്ങിപ്പോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇന്ദ്രന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ഇന്ദ്രന് അങ്ങനെ വീട്ടിലേക്ക് ചെല്ലാൻ തന്നെ തീരുമാനിച്ചു. ഇതേ സമയം ശ്രീഹരി വീട്ടിലേക്ക് വന്നാൽ ശ്രീഹരിയുടെ മനസ്സിൽ പല പല ചിന്തകളുമാണ്. അച്ഛൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഒരു പക്ഷെ അച്ഛന് ആത്മാർത്ഥമായിട്ട് തന്നോട് ഇഷ്ടമായിരിക്കോ? ദൈവമേ, ഇത് സേതുവേട്ടനോട് എങ്ങനെയാ പറയണേ? വേണ്ട, സേതുവേട്ടനോട് പറഞ്ഞ സേതുവേട്ടൻ മിക്കവാറും തന്നെ കൊന്നുവെക്കും. ഇത്രയും കാലം ഒരു കൂടപ്പുറപ്പിനെ പോലെ തന്നെ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്നിട്ട് താൻ ചതിക്കുന്ന ചതിയല്ലേ? സേതുവേട്ടന്റെ പെങ്ങളെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലാത്ത. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് മിത്രം വന്നിട്ട് ചോദിച്ചു, എന്താ ശ്രീഹരി, ഭയങ്കര ഒരു ആലോചനയാണല്ലോ എന്ന് ചോദിക്കുക. ഒന്നുമില്ല. അല്ല, നിന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്. ഇനി മിത്രനോട് പറഞ്ഞാലോ? ഇനി പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. പക്ഷെ എങ്ങനെ പറയും? അതെ അത് പിന്നെ എന്ന് പറയണ. എന്താ കാര്യം? അത് മിത്രേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്താ? അതെ, ഞാനൊരു ഉദാഹരണം പറയാം. നീ ഉദാഹരണം പറയാതെ കാര്യം എന്താന്ന് പറയാ. ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു. അപ്പൊ ആ പെൺകുട്ടി വന്ന് കല്യാണത്തിന് കുറച്ചു ദിവസം ബാക്കിയുള്ള സമയത്ത് ഒരാളുടെ വന്ന് ഇഷ്ടമാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക. എനിക്കൊന്നും മനസ്സിലായില്ല. അതെന്ന് പറഞ്ഞാലേ, ഇപ്പൊ കല്യാണം ഉറപ്പിച്ച ഒരു പെൺകുട്ടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കല്യാണം കഴിയും. അപ്പൊ അത് വന്ന ആ പെൺകുട്ടി വന്ന് മറ്റൊരാളുടെ ഇഷ്ടമാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പയ്യൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക. ഇതേട്ടൻ മിത്രം പറഞ്ഞു, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കല്യാണം ഇതായില്ലേ, പിന്നെ ആ ചെറുക്കന് ഇഷ്ടമാണെങ്കിൽ അവൻ അവളെ കല്യാണം കഴിക്കട്ടെ എന്ന് പറയാം. അതെങ്ങനെ സാധിക്കും മിത്രേട്ടാ? വീടും വീട്ടുകാരും എല്ലാം അറിഞ്ഞ് നാട്ടുകാരെ എല്ലാം വിളിച്ച് ആഘോഷമായിട്ട് നടത്തായിരുന്ന കല്യാണം ആ സമയത്ത് വീട്ടുകാരുള്ള അവിടെ ചെന്ന് ചതിയല്ലേ? അത് മാത്രമല്ല, ആ പെണ്ണിന്റെ ആംഗ്ലയുമായിട്ട് ഈ പയ്യന് നല്ല ബന്ധം ഉണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാന്ന് ചോദിക്കുക.
അതിപ്പോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയണേ, ഞാൻ നോക്കിയിട്ട് ഒരു വഴിയുള്ളൂ. ആ പെണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവര് വീട്ടു കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. പിന്നീട് വരുന്നിടത്ത് വെച്ച് കാണട്ടെ, അവരിലെ ജീവിക്കണേന്ന് ചോദിക്കുക. അല്ല എന്താ ശ്രീഹരി ഇപ്പൊ നീ ഇങ്ങനെ കുഴപ്പിക്കുന്ന ചോദ്യമൊക്കെ? ഒന്നുമില്ല. എന്തോ നിന്റെ മനസ്സിലുണ്ടല്ലോ, സത്യം പറ ശ്രീഹരി, എന്താ കാര്യം ചോദിക്കുക? ഒന്നുമില്ല മിത്രേട്ടാ, ഞാനിങ്ങനെ ചുമ്മാ ഓരോന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നേ. ഞാൻ എവിടെയോ വായിച്ചു, അപ്പൊ വായിച്ചു കഴിഞ്ഞപ്പോ അതെന്റെ മനസ്സിലേക്ക് കയറി, അതാന്ന് പറയണം. പക്ഷെ മിത്രന് എന്തോ നല്ല സംശയം തോന്നി. ആ ശ്രീഹരിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തോ കാര്യമായിട്ടുണ്ടെന്ന് മനസ്സിലായി. ശരി ശരി എന്ന് പറഞ്ഞിട്ട് മിത്രൻ അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് അതേ ഒരു ബുദ്ധിമുട്ടിലാണോ അച്ചു. താൻ ശ്രീഹരിയോട് ഇഷ്ടമാന്നൊക്കെ തുറന്നു പറഞ്ഞു. പക്ഷെ ശ്രീഹരി മറുപടി ഒന്നും പറഞ്ഞില്ല. എന്ത് ചെയ്യാനാ ഇനി? സേതുവേട്ടനോട് അങ്ങനെ പറയും? പറയുവാണെ അത്ര എളുപ്പമുണ്ട്. തനിക്ക് സേതുവേട്ടനോടോ പല്ലവി ചേച്ചിയോട് ആരോടും പറയാൻ പറ്റില്ല. ഇതെങ്ങാനും താൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നവും. ഒരു പക്ഷേങ്കില് ശ്രീഹരി സേതുവേട്ടനോട് സംസാരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നിഖിലിനെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത്ര ആയിട്ട് പോലും അയാളെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും മനസ്സിലേക്ക് വരുന്നില്ല. മനസ്സിലേക്ക് വരുന്ന ഒരേ ഒരു മുഖം ശ്രീഹരിയുടെ മാത്രമാണ്. എന്താണ് ഇങ്ങനെയെന്ന് എത്ര ആലോചിച്ചിട്ട് അച്ഛനൊരു എടുത്തും പിടിയും കിട്ടിയില്ല. എന്റെ ഭഗവാനെ, എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, ഈ കല്യാണം എങ്ങനെയാ നീ ഒന്ന് മുടക്കി തരണേ. ഒരു കാരണവശാലും ആ നിഖിലുമായിട്ടുള്ള ബന്ധം നടക്കല്ലേ എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ സ്വാതി വന്നിട്ട് ചോദിച്ചു, എന്താ കല്യാണമൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കര ഓർമ്മകളൊക്കെ ആണല്ലോ, സ്വപ്നങ്ങളിൽ തുടങ്ങിയോന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം അച്ചു പറഞ്ഞു, ഒന്ന് പോറുതു, പിന്നെ സ്വപ്നം കാണാനായിട്ട്. എന്താ സ്വപ്നം കണ്ടു കൂടെന്ന് ചോദിച്ചു സ്വാതി അങ്ങോട്ട് വരുവാണ്. അതേ കല്യാണത്തിന്റെ കുറച്ച് ദിവസം മാത്രമല്ലേ ഉള്ളെന്ന് ചോദിക്കുക. പിന്നെ ഞാൻ അങ്ങനെ സ്വപ്നമൊന്നും കാണുന്നില്ല. അപ്പത്തേനും ഋതു പറഞ്ഞു, അല്ലെങ്കിൽ ഇവള് പ്രത്യേക ഒരു ടൈപ്പല്ലേ, ഇവൾക്ക് അങ്ങനെയൊന്നും ഇല്ലോന്ന് പറയാം. സ്വാതി പറഞ്ഞു, അതൊക്കെ ഞാനെങ്ങാനും ആയിരിക്കണമെന്ന് പറയാം. ഇപ്പൊ ഫോൺ കോളിന്റെ ബഹളമായിരിക്കും, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച. ഇത് കേട്ടപ്പോ അച്ചു പറഞ്ഞു, എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യം ഇല്ലെന്ന് പറയാം. പ്രത്യേകിച്ച് ഈ നിഖിലിന്റെ കാര്യത്തില്. സന്ദീപിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പം സന്ദീപ് ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ സംസാരിക്കുമായിരുന്നു. പക്ഷെ അത്രയും പോലൊരു അറ്റാച്ച്മെന്റ് എനിക്ക് നിഖിലിനോട് തോന്നുന്നില്ല എന്ന് പറയാം. ഋതു പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എല്ലാം റെഡി ആയിക്കോളും എന്ന് പറയാണ്. ഈ സമയം ഇന്ദ്രൻ പാത്തും പതുങ്ങി നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുവാണ്. കാരണം എങ്ങനെയായാലും ഒന്ന് കയറി പറ്റണം വീടിനുള്ളിൽ, അമ്മേനെ ഒന്ന് കാണണം, ആ ഒരു ചിന്തയോട് കൂടിയിട്ടാ. അങ്ങനെ ഇന്ദ്രൻ മതിൽ ചാടിക്കടന്ന് രാജലക്ഷ്മി കിടക്കുന്ന മുറിയുടെ അടുത്തെ ആ ജനലെ പതുക്കെ വന്ന് മുട്ടുവാണ്. ഈ മുട്ടു ശബ്ദം കേട്ടപ്പോഴത്തേനും രാജലക്ഷ്മി ഓർത്തു, ആരായിരിക്കും പോലും ഇത് ഈ രാത്രി സമയത്ത് മുട്ടുന്നത്? ഒരു ടെൻഷൻ രാജലക്ഷ്മിയുടെ മനസ്സിലുണ്ട്. പെട്ടെന്ന് രാജലക്ഷ്മി എന്ത് ചെയ്യണം, കട്ടം മാറ്റി നോക്കുമ്പോൾ പുറത്ത് ഇന്ദ്രൻ നിൽക്കുന്നു. ഒരു നിമിഷം രാജലക്ഷ്മി ഒന്ന് ഞെട്ടിപ്പോയി. എന്റെ ഭഗവാൻ, ഇനി പ്രേതം മറ്റാണോ? അല്ല, ഇതാണല്ലോ. പെട്ടെന്ന് പറഞ്ഞു, അമ്മ കഥവ് തുറക്കാൻ പറയണം. അങ്ങനെ എന്ത് ചെയ്യാണ്, രാജലക്ഷ്മി പതുക്കെ ഒന്ന് കഥവ് തുറന്നു. കഥവ് തുറന്നപ്പോ ഇന്ദ്രൻ നിൽക്കുന്നു. എന്റെ മോനെ എന്ന് പറഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. മോനെ, നീ ഇത് എവിടെയായിരുന്നു? നിനക്ക് കുഴപ്പമൊന്നും സംഭവിച്ചില്ലോ എന്ന് പറഞ്ഞിട്ട് അടിമുടി ഒന്ന് നോക്കുകയാണ്. പിന്നെ കെട്ടിപ്പിടിക്കണം. അമ്മേ, ഇതൊക്കെ പിന്നെ അകത്ത് എന്നിട്ട് ഇപ്പൊ എനിക്ക് ഇവിടെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. എങ്ങാനും ആരേലും കണ്ട അതോടെ പ്രശ്നം. മോൻ കേറുവാ, അകത്തേക്ക് കയറി വരാൻ പറയണം. 2 ദിവസം കൊണ്ട് ഒരു പരുവായി പോയല്ലണം മോനെ. അമ്മ ശബ്ദം ഉണ്ടാക്കല്. ഇവിടെ ആരും എന്നെ കാണാൻ പാടില്ല, പ്രത്യേകിച്ച് ആ വിശ്വം. അവനെങ്ങാനും കണ്ട ഇത് മിക്കവാറും ആരുടെയും പറഞ്ഞ തീർന്നു പറയാം. മോനിങ്ങോട്ട് കയറി വരാൻ പറയാണ്. എത്ര ദിവസമായിടാ കണ്ടിട്ട്, എനിക്ക് ആ പാട്ട് ടെൻഷനായിരുന്നു. എന്റെ നല്ല ജീവൻ അങ്ങനെ പോയായിരുന്നു. പിന്നെ ഇപ്പോഴൊരു ആശ്വാസം വന്നേ, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തോന്നല് മനസ്സിലേക്ക് വന്നേ. എന്റെ ദൈവമേ, എത്രയൊക്കെ വഴിപാടുകളും നേർച്ചകളും ഞാൻ നടത്തിയെന്നറിയാവോ? അമ്മ എന്താ വിചാരിച്ചേ? ഈ ഇന്ദ്രനെ പുഴയിലേക്ക് എടുത്തി ആടിയിട്ട് മരിക്കാനാന്നോ? എന്റെ അമ്മേ, ഞാൻ അത്രമാത്രം വിഡ്ഢിയാണോ? പിന്നെ ആ പല്ലവിക്ക് വേണ്ടി പോയി മരിക്കാൻ എനിക്കൊരു ഭ്രാന്താണെന്ന് ചോദിക്കാം. അവൾക്കൊട്ടൊരു പണി കൊടുക്കാനല്ലേ ഞാൻ അങ്ങനെ ചെയ്തേന്ന് ചോദിക്കാം. എന്നാലും മോനെ, ഇത് ഇത്ര കടന്ന കൈയായി പോയിട്ടോ. മനുഷ്യനെ തീ തീറ്റിച്ചില്ലേന്ന് ചോദിക്കാം. അമ്മ വിശ്വസിച്ചില്ലേ? അതുപോലെ തന്നെ ബാക്കി എല്ലാരും വിശ്വസിച്ചില്ലേന്ന് ചോദിക്കാം. അതാണ് വേണ്ടത്. അല്ല, അപ്പൊ മോനെ അവിടുന്ന് കിട്ടിയ ബോഡി ആരുടെയാ? ആർക്കറിയാം എന്നൊക്കെ പറയാണ്. അതെ, നീ ഫുഡ് വല്ലതും കഴിച്ചോന്ന് ചോദിക്കും. ഇല്ല, എന്നാ ബാ, ഞാൻ എടുത്തുതരാന്ന് പറയാണ്. അമ്മയുടെ കൈ കൊണ്ടുണ്ട് ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായെന്ന് ചോദിക്കുക. വരാനും പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് അങ്ങോട്ട് കൊണ്ടിരുത്തിട്ട് ഇന്ദ്രന് ഫുഡ് വിളമ്പുവാണ്. അങ്ങനെ ഫുഡ് വിളമ്പിയിട്ട് ഇന്ദ്രനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടെ. ഈ സമയം രാജലക്ഷ്മി ഓർത്തു, ഈ സമയത്ത് ആരായിരിക്കും പോലും കോളിംഗ് ബെല്ല് അടിച്ചേ? ആകെപ്പാടെ ഒരു ടെൻഷൻ. ഇനിയിപ്പൊ ആരെങ്കിലും അന്വേഷിച്ചു വന്നാണ്? അങ്ങനെയല്ല, ഇന്ദ്രൻ വരുന്ന ഇങ്ങോട്ട് ആരും അല്ല, ഇന്ദ്രൻ വരുന്ന ആരും കണ്ടിട്ടില്ലോ. അപ്പൊ പിന്നെ അങ്ങനെയാൻ വഴിയില്ല. പക്ഷെ ഈ സമയത്ത് ആരായിരിക്കും ഓർത്ത് ഇന്ദ്രനോട് മോര് കാര്യം ചെയ്യുക, വിടുന്നത് കഴിക്കുക, ഞാൻ ഇപ്പൊ തന്നെ വരാം എന്നും പറഞ്ഞിട്ട് രാജലക്ഷ്മി എന്ത് ചെയ്യുവാണ്, നേരെ പോയി കഥവ് തുറക്കാനായിട്ട് നോക്കുവാണ്. കഥ തുറക്കാൻ നോക്കി ജനലിൽ കൂടെ പതുക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ട്. ഒരു നിമിഷം രാജലക്ഷ്മി ഒന്ന് ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അകത്ത് ഇന്ദ്രൻ നിൽക്കുക. ഓടി അകത്തേക്ക് എന്നിട്ട് പറഞ്ഞു, മോനെ പോലീസ് എന്ന് പറയണേ. പോലീസോ? അവരെന്തിനാ? എനിക്കറിയില്ല, നീ എങ്ങോട്ടേലും ഒളിക്കാൻ പറയണ പോയി. അവരെങ്ങാനും അകത്ത് കയറി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ പാടെ പ്രശ്നമാവെന്ന് പറയാം. ഇത് കേട്ട ഇന്ദ്രൻ പറഞ്ഞു, അമ്മ ഞാൻ എവിടെ? നീ എങ്ങോട്ടേലും പോയി ഒളിക്കാൻ പറയണം. അങ്ങനെ ഇന്ദ്രൻ അകത്തേക്ക് കയറി ഓടുവാണ്.
പിന്നീട് രണ്ടാമതും കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി വെപ്രാളത്തോടെ വന്ന് കഥവ് തുറക്കുവാണ്. പിന്നീട് ആ നിരഞ്ജന മാഡം പോലീസുകാരുമായിരുന്നു. പെട്ടെന്ന് നിരഞ്ജന മാഡം അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴത്തേനും രാജലക്ഷ്മി എങ്ങോട്ടാ എങ്ങോട്ടാ ചാടി കയറുന്നതെന്ന് ചോദിക്കണം. അതെ, ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണമെന്ന് പറയണം. വീട് സെർച്ച് ചെയ്യണം എന്തിന്? അത് ഇന്ദ്രൻ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. ഇന്ദ്രനൊന്നും ഇവിടെ ഇല്ലാന്ന് പറയണം. ഇത് കേട്ടിഞ്ഞപ്പോ നിരഞ്ജന പറഞ്ഞു, അതെ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ അത്ര ബുദ്ധിമുട്ട്, അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം. ഇത് കേട്ടപ്പോ രാജലക്ഷ്മി പറഞ്ഞു, അതെ എന്റെ വീട്ടിൽ ആരുമില്ല, എന്റെ മകനുണ്ടെങ്കിൽ ആദ്യം നിങ്ങളോടല്ലേ ഞാൻ വന്ന് പറയണ്ടേ, പിന്നെ ഞാൻ ഇന്നലെ കള്ളത്തരം മറച്ചു വെക്കുന്നേ, അതിന്റെ കാര്യമല്ലോ എന്ന് പറയണം. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം, അങ്ങോട്ട് മാറി നിൽക്കാനും പറഞ്ഞിട്ട് രാജലക്ഷ്മിനെ തള്ളി മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് നിരഞ്ജനമാട് ബാക്കി പോലീസുകാരും കയറുവാണ്. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ നെഞ്ചത്ത് കൈവച്ച് രാജലക്ഷ്മി ഇരിക്കുകയാണ്. രാജലക്ഷ്മിക്ക് മനസ്സിലായി ഇന്ദ്രനെ എങ്ങാനും ഇവിടുന്ന് പിടികൂടിയിട്ടുണ്ട്, തീർന്നു എന്നുള്ള കാര്യം. കാരണം അവൻ ഇത്രയും ദിവസം രക്ഷപ്പെട്ടിട്ട് വന്ന് ഹാജരാകാതെ ഇരുന്നോണ്ട് അപ്പൊ അത് മനഃപൂർവ്വം അന്ന് വരുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് പോവാണ്. അപ്പൊ ഇനി നമുക്ക് നാളെ കാണാനായിട്ട് പറ്റും. മിക്കവാറും ഇന്ദ്രനെ കൈയോടെ പിടികൂടും. കൈയോടെ പിടികൂട്ടുണ്ട് ഇന്ദ്രന്റെ കളക്കളികളെല്ലാം പൊളിയും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.